വിസ വന്ന ഉടനെ തന്നെ പിന്നെ ഞങ്ങൾ പർച്ചേസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ രഞ്ജിത്തിനാണ് പർച്ചേസിനെല്ലാം പോയത്. ആദ്യം തന്നെ റിലയൻസിൽ നിന്ന് കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം പോയി വാങ്ങി. ആ കൂടെ ഡ്രസ്സ് ഐറ്റംസ് എല്ലാം വാങ്ങി. പിന്നെ ഇതെല്ലാം പതുക്കെ പതുക്കെ ഓരോരോ ദിവസങ്ങളായിട്ടാണ് നടന്നത്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അവിടെ എല്ലാം കയറി വേണ്ട എല്ലാം ഓർഡർ ചെയ്തു. എന്നും വീട്ടിൽ ഡെലിവറിക്ക് ആൾ വന്നുകൊണ്ടേയിരുന്നു. ഇൻ്റർനാഷണൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി അതും എത്തി. അങ്ങനെ ഫൈനൽ പാക്കിങ്ങിൻ്റെ സമയമായി. കൂട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആഘോഷമായിട്ട് തന്നെ പാക്കിങ് നടത്തി. നമ്മൾ വാങ്ങിയതിൽ പകുതി സാധനം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അപ്പോഴാണ് മനസ്സിലായ. ഓരോ ഗ്രാമിൻ്റെയും വില മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു. എന്തൊഴിവാക്കിയാൽ എന്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ നമ്മൾ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തത്. 25 kg ഒരു ലഗേജ് ബാഗും 7 kg ക്യാബിൻ ബാഗും മാത്രമേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. 7 kg ക്യാബിൻ ബാഗ് വേണോ അതോ ക്യാമറ ബാഗ് തന്നെ ക്യാബിൻ ബാഗായിട്ട് എടുക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. അറിയാവുന്ന തൊഴിൽ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട്